ശരി മോത്തി, ഞങ്ങളിവിടെ തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വിളംബരം, നമ്മളൊരു ചെറിയ ഒരു വിളംബരം കുറച്ച് കുട്ടി പ്രതിഭകൾ തൃശ്ശൂരാറിന്റെ സ്വന്തം ഡബ്ബ ഗ്യാങ്ങാണ്. ഡബ്ബ ബീറ്റ് എന്ന പേരിൽ നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന കന്നാസും എല്ലാം എടുത്ത് പൊട്ടി പാടി വൈറലായ കുട്ടികളാണ്. അപ്പോൾ അവരിൽ നമുക്ക് ചെറുതായി തുടങ്ങാം. പിന്നെ കൂടെ അതിഥികളൊക്കെ ഉണ്ട്, നമ്മൾ പലരെയും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ചൂട് കൂടി തുടങ്ങുന്നു. അപ്പോൾ ആ ചൂടിന് ആവേശമായി കുട്ടികളുടെ ഇവരെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ഇവരെ എല്ലാവരും മിടുക്കരാണ്. എല്ലാവരും ഏറ്റവും ചെറിയ ആളുകൾ മുതൽ കുറച്ച് സീനിയർ ആളുകൾ വരെ ഉണ്ട്. എന്ത് കിട്ടിയാലും അതിൽ താളം സൃഷ്ടിക്കുക എന്നതാണ് ഇവരുടെ പരിപാടി. മകളൊന്ന് പറ, നിങ്ങളുടെ ടീമിനെ കുറിച്ചൊന്ന് കുറച്ച് പെട്ടെന്ന് പറഞ്ഞു. ആരാണ് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞത്? ആരെങ്കിലും ചുമ്മാ കൊട്ടി തുടങ്ങിയപ്പോൾ കൊള്ളാലോ എന്ന് പറഞ്ഞ് തുടങ്ങിയതാണോ? അല്ല, അത് ഞങ്ങളെ പണ്ട് ഇങ്ങനെ വെറുതെ നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെ കൊട്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരോടും ചോദിക്കാം, എല്ലാവരുടെ പേരൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു. പെട്ടെന്ന് എല്ലാവരും പേരെന്ന് പറഞ്ഞു. ഡബ്ബ ബീറ്റ് ഇവിടെ റെഡിയാണ്. നമുക്ക് വേഗത്തിൽ അവരുടെ ആ ഒരു മാസ്മരികമായ കലാപ്രകടനത്തിലേക്ക് പോകാം. മക്കളെ തുടങ്ങിക്കോ. പൂരങ്ങളുടെ പൂരമുള്ളൊരു നാടു നമ്മുടെ നാട്. ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര്. ഇപ്പറഞ്ഞ നാടിനിക്കരയേഴു മുക്കു പേര്. കാണണമെങ്കിൽ കാണണം കെടിത്ത് ശിവപേരൂര്. കാന്താ ഞാനും വരാ തൃശിവപേരു പൂരം കാണാൻ. കാന്തേ നീയും പോരേ തൃശിവപേരു പൂരം കാണാൻ. പൂരമെനിക്കൊന്ന് കാണണം, പൂരമെനിക്കൊന്ന് കാണണം, കാണണം പൂരമെനിക്കൊന്ന് കൂടണം, പൂരമെനിക്കൊന്ന് വെക്കണം. കാന്താ ഞാനും വരാം തൃശിവപേരു പൂരം കാണാൻ. എനിക്കൊന്ന് കാണണം, പൂരമെനിക്കൊന്ന് കാണണം, പൂരമെനിക്കൊന്ന് കൂടണം, പൂരമെനിക്കൊന്ന് കൂടണം. കാന്താ ഞാനും വരാം തൃശിവപേരു പൂരം കാണാൻ. കാന്തേ നീയും പോരേ തൃശിവപേരു പൂരം കാണാൻ. കാന്താ ഞാനും വരാം തൃശിവപേരു പൂരം കാണാൻ. കാന്തേ നീയും പോരേ തൃശിവപേരു പൂരം കാണാൻ. കാന്താ ഞാനും വരാം തൃശിവപേരു പൂരം കാണാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി മിടുക്കന്മാർ. ഡബ്ബ ബീറ്റ് എന്നാണ് ഇവരുടെ എല്ലാ ഉടുപ്പിലൊക്കെ ഇതുണ്ട്. അപ്പോൾ കാണുന്ന പ്രേക്ഷകർക്ക് വിളിക്കാം. ഇവർ ഈ കെട്ടും പണ്ടാരങ്ങളൊക്കെ ആയി വന്ന് അടിപൊളി പാട്ട്, നിങ്ങൾക്ക് ഒരു വലിയ വാദ്യോപകരണങ്ങളൊന്നും ആവശ്യമില്ല, എന്ത് കയ്യിൽ കിട്ടുന്നോ അതിൽ പാട്ട് സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണ്.